സംഘർഷം രൂക്ഷമായതോടെ കുക്കി സംഘടനകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കുക്കികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണം എന്നതാണ് ആവശ്യം. അതെ, വിനീത വിജി ഇന്നലെ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇംഫാലിൽ നിന്ന് വിനീത വിജി റിപ്പോർട്ട് ചെയ്യുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ മണിപ്പൂരിൽ ഇപ്പോൾ കുക്കികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ഒരു ആവശ്യമാണല്ലോ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും? മണിപ്പൂർ ചെന്നതിന് ശേഷം വിനീത കണ്ട കാഴ്ചകൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹാഷ്മി. സൂചിപ്പിച്ചതുപോലെ ഇംഫാലിലാണ് ഞാൻ ഉള്ളത്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ ഇന്നലെ തന്നെ സുരക്ഷാ പരിശോധനകൾ, ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള കർശന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്നും ഇംഫാൽ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഇന്നും കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇംഫാലിലാണ് മുഖ്യമന്ത്രിയുടെ വസതിയും ഓഫീസും ഒക്കെ ഉള്ളത്. ഈ ഭരണ കേന്ദ്രമൊക്കെ ഇംഫാൽ കേന്ദ്രീകരിച്ചാണുള്ളത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഈ വിളിച്ചു ചേർത്ത യോഗം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ആ യോഗത്തിലെ ചില വിശദാംശങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ NDA MLA മാർ ഉൾപ്പെടെ അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവർ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കുക്കികളെ, ഈ അക്രമങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കുക്കികളെ ഒരു വിരുദ്ധ സംഘടനയായി, ഭീകരവിരുദ്ധ സംഘടനയായി കുക്കികളെ പ്രഖ്യാപിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം. ഒപ്പം തന്നെ ഈ കേന്ദ്രത്തോട് ഈ ആവശ്യം ഈ MLA മാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഉന്നയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കുക്കികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഈ കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അല്ലാത്ത പക്ഷം ജനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ യോഗത്തിൽ ആവശ്യം MLA മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ജിരിബാമിലെ 6 പേരുടെ കൊലപാതക കേസും ബിഷ്ണുപൂരിലെ കർഷകയെ കൊലപ്പെടുത്തിയ കേസും NIAക്ക് കൈമാറണമെന്നൊരു ആവശ്യവും ഇന്നലെ ഈ യോഗത്തിൽ MLA മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ സമാധാനവും പുനഃസ്ഥാപിക്കുക, സാധാരണ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവരിക, ഇതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ വീടുകൾ ആക്രമിച്ച സംഭവത്തെയും ഈ NDA യോഗം അപലപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നും സമാനമായിട്ടുള്ള മീറ്റിങ്ങുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമുക്ക് നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കേന്ദ്രസേനയടക്കം വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ 50 കമ്പനി കേന്ദ്രസേനയെയും CRPF ഒക്കെ ഇവിടേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സുരക്ഷാ സേനയുടെ ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും മണിപ്പൂരിൽ തുടരുകയാണ്. ഓരോ മണിക്കൂറിലും സ്ഥിതിഗതികൾ അവർ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ആളുകൾക്ക് പുറത്തേക്കും മറ്റും ഇറങ്ങാനുള്ള ഒരു സൗകര്യമുള്ളത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഓരോ അതിർത്തിയിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ അവർ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലാ മേഖലകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ, വിനീത വിജി ആണ് വിവരങ്ങൾ നൽകിയത്. കുക്കികളെ ഭീകര സംഘടനകളെ പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ആവശ്യം. ഈ മണിപ്പൂരിൽ സംഘർഷം തുടങ്ങുമ്പോൾ തന്നെ ബിരേൻ സിംഗ് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയ ആരോപണം ഉയർന്നതാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടുതൽ ശക്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുന്നത് മണിപ്പൂരിൽ സംഘർഷം അവസാനിപ്പിക്കാനാണോ അതോ അത് വീണ്ടും ആളിക്കത്തിക്കാനാണോ സഹായകരമാവുക എന്നൊക്കെ ബിരേൻ സിംഗും സംഘവും തീരുമാനിക്കട്ടെ. ക്രിസ്റ്റീന, അല്ലേ? എന്തായാലും എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയരുത് അവസ്ഥയിലാണ്. കാരണം നമ്മുടെ പ്രേക്ഷകർ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്നുണ്ട്, നമ്മളോട് കമന്റ്സ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അഷ്റഫ് പി, സജിത CP, റോഷ്നി GT, ഹാഷ്മിയുടെ ഷർട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ലില്ലി ചോലിയിൽ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് വോക്കേഴ്സ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. അൻസിയ സന്തോഷ് മൈസൂരിൽ നിന്ന് സുപ്രഭാതം. അപ്പോൾ മൈസൂരിലേക്ക് ഒരു സുപ്രഭാതം ഇവിടെ നിന്നും. ആരാധ്യ ദേവൻ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഷാജി കുണ്ടറ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. സീന മുഹമ്മദ് പറയുന്നുണ്ട് പല സൺഡേയിലും പോകുന്ന സ്ഥലമാണ്, പക്ഷേ ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അൻസിഫ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അൻശ്രീ പറയുന്നുണ്ട്. പിന്നെ പല ഐഡികളിൽ നിന്ന് നമ്മുടെ സുലൈമാന്, ഷെമി സുലൈമാന്, സീന മുഹമ്മദ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കലാശക്കൂട്ടം കഴിഞ്ഞ് രാവിലെ എത്തിയ ഹാഷ്മി വെറും ആത്മാർത്ഥ. അതെ. അപ്പോ ഇങ്ങനെ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് ഞങ്ങൾ നടത്തത്തിനിടയിലാണ് ഇന്ന് ഷോ കാണുന്നത്, നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. വെള്ളം ഇങ്ങനെ മന്ദം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ കൊച്ചി കായൽ പരപ്പിനെ കീറി മുറിച്ചോണ്ട്. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എവിടെ പോയി? മീൻ കിട്ടിയോ? എന്ത് മീനാ കിട്ടിയേ? കരിമീൻ കിട്ടിയോ? എത്ര കരിമീൻ? 2 കിലോ കിട്ടി. ഓക്കെ, പൊളിച്ച് ഗംഭീരം.
അപ്പോൾ അവർ കരിമീൻ പിടിക്കാൻ പോയ 2 കിലോ രാവിലെ 2 കിലോ കരിമീൻ കിട്ടുന്ന പറഞ്ഞു. സാധാരണ അത്ര കരിമീനൊന്നും കിട്ടാറില്ലെന്നാണ് സാധാരണക്കാർ പറയുന്നത്. അപ്പോൾ അവർ മിടുക്കന്മാരാ, നല്ല പണിക്കാരാ, ഗംഭീര പണിക്കാരാ. അപ്പോൾ അവിടെ അപ്പം നമ്മളിങ്ങനെ കൊച്ചി കായലിൽ തിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ മന്ദമാരുതം ഇങ്ങനെ വീശുന്നുണ്ട്, ഒരു ചെറിയ തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. രാവിലെ നടക്കാൻ വരുന്നവർ ഇവിടെ തണുത്ത കാറ്റ് ഏറ്റിരിക്കുക എന്നുള്ളതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ കൂടിയും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ നല്ല രസമായ ഒരു ഫീൽ ഉണ്ട് അല്ലേ? വൈബ് പോസിറ്റീവ് വൈബാണ്. ഗംഭീരം. നാട്ടുകാരെ എല്ലാവരും ഇതുപോലെ നടക്കാൻ ഇറങ്ങണം, ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം. നടക്കുക, വല്ലത് ഇവിടെ വന്നിരുന്ന് കാറ്റുകൊണ്ടിരുന്ന് നടക്കൂ. കാറ്റുകൊണ്ടിരിക്കാനല്ല, പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നടക്കാൻ, ബ്രിസ്ക് വാക്കിംഗ്. ഓക്കെ, നമുക്ക് ഇടവേള കിളിയെ കണ്ടില്ലെന്നല്ലോ. 2 കാക്കയെ കണ്ട് കിളി എന്ന് പറയാണ് കൃഷ്ണ ചെറിയാൻ.